നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ദൈർഘ്യം കുറഞ്ഞ ഒരു വീഡിയോ ആണ്. പക്ഷേ ഉദ്യോഗ സമ്പാദനത്തിന് വേണ്ടി ശ്രമിച്ചു വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുന്നത് നല്ലതായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രചോദനമോ പ്രേരണയോ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയേക്കാം. നമുക്ക് സബ്ജക്റ്റിനകത്തോട്ട് വരാം. ഞാൻ അജി സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, LD ക്ലർക്ക് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് എല്ലാ ജില്ലകളിലും പ്രസിദ്ധീകരിച്ചു. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുൻപ് 4 വിധത്തിലാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് സംവദിച്ചു കൊണ്ടിരുന്നത്. ഒന്ന്, ഈ യൂട്യൂബ് ചാനലിലൂടെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരുന്നു, അല്ലേ? പിന്നീട് ടെലഗ്രാം ചാനലിലൂടെ ഈ ക്ലാസ്സിൻ്റെ എല്ലാം നോട്ടെന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളതാണ്? വളരെ വ്യക്തവും കൃത്യവുമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ടൈപ്പ് ചെയ്ത നോട്ട്, അല്ലേ? അക്ഷരത്തെറ്റ് പോലും ഇല്ലാത്ത നോട്ട് ടെലഗ്രാം ചാനലിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരുന്നു. പിന്നെ ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് അതുവഴി പെയ്ഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. പിന്നീട് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളരെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു പുസ്തകം, അതെടുത്ത് പറയേണ്ട കാര്യമാണ്. 10,000-10,000 പേജുള്ള റാങ്ക് ഫയൽ കണ്ട് അന്തം വിട്ടുപോയ കുട്ടികൾക്ക് ആശ്വാസമായിട്ട് 10,500 പേജ് മാത്രമുള്ള വളരെ തുച്ഛമായിട്ടുള്ള പ്രൈസിന് ഒരു പുസ്തകം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ എല്ലാം ഫലം വന്നിരിക്കുകയാണ്. ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് പറയുന്നു, മെസ്സേജ് അയക്കുന്നു, പരീക്ഷയ്ക്ക് മികച്ച റാങ്ക് നേടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു അഭിമാനം തോന്നുന്നു. എന്തുകൊണ്ട് അഭിമാനം തോന്നുന്നു? ഈ പരീക്ഷയ്ക്ക് മുമ്പേ നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ ആദ്യമേ അങ്ങ് പഠിച്ചു തുടങ്ങുകയല്ല ചെയ്തത്. ആദ്യം ആ പരീക്ഷയുടെ സിലബസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, മത്സര പരീക്ഷകളുടെ ആത്മാവാണ് സിലബസ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സിലബസിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്, അല്ലേ? ഞാൻ പറഞ്ഞു, 1-2 ആഴ്ച ഈ സിലബസിൽ പറയുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സമയമെടുത്താലും കുഴപ്പമില്ല. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? അത് മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കാനിരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതോ എവിടെയെങ്കിലും എഴുതി വെച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വിലപ്പെട്ട സമയം പോകുമെന്ന് പറഞ്ഞു, അല്ലേ? പിന്നീട് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങി. നോക്ക്, സിലബസിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ക്ലാസ് ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തു. കുറേ കാലം നിങ്ങൾ വീഡിയോ കണ്ടവരാണ്. എന്തെങ്കിലും ആത്മാർത്ഥത കുറവുണ്ടായിരുന്നോ? കൃത്യമായിട്ടുള്ള ക്ലാസ് അല്ലേ തന്നത്? അത് വ്യക്തമായിട്ടല്ലേ പറഞ്ഞത്? അടുക്കും ചിട്ടയോടുകൂടിയല്ലേ പറഞ്ഞത്? എന്തെങ്കിലും കുറച്ച് കാര്യം ബോർഡിൽ എഴുതിയിട്ട് വായിക്കുകയാണോ ചെയ്തത്? അല്ല. അതിൻ്റെ പിറകിലൊക്കെ നല്ല ഒരു എഫർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ട് തന്നെയാണ് ആ ക്ലാസ്സുകളെല്ലാം എടുത്തത്, അല്ലേ? അത് നിങ്ങൾക്ക് വ്യക്തവുമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നോട്ട്, കൃത്യമായിട്ടുള്ള നോട്ട് തന്നു. പഠനഭാരം, നിങ്ങളുടെ പഠനഭാരം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് മാതൃകാ ചോദ്യപേപ്പർ തന്നില്ലേ? 3 സെറ്റ് മാതൃകാ ചോദ്യപേപ്പർ തന്നു. എന്നിട്ട് കൈ കഴുകുകയോ? ഇല്ല. ആ പരീക്ഷ എങ്ങനെ എഴുതണം, നിങ്ങൾക്ക് തന്ന മാതൃകാ ചോദ്യപേപ്പർ അത് നിങ്ങൾ പരിശീലിച്ച ശേഷം ആ പരീക്ഷ എങ്ങനെ എഴുതണം, എങ്ങനെയാണ് പരീക്ഷാ ഹാളിൽ പരീക്ഷ കൈകാര്യം ചെയ്യേണ്ടത് എന്നും നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, അല്ലേ? നമുക്ക് കുറച്ച് മാർക്ക് കിട്ടും, 50-60 മാർക്കൊക്കെ പഠിച്ചത് വെച്ച് കിട്ടും. പക്ഷെ അതിൽ നിങ്ങൾ തൃപ്തരാകരുത്. നിങ്ങൾ കൂടുതൽ മാർക്ക് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. പരീക്ഷാ ഹാളിൽ മാർക്ക് സംഘടിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ വാക്കാണ് എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മാർക്കെങ്കിലും പരീക്ഷാ ഹാളിൽ നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് പറ്റണം. അപ്പോൾ നമ്മുടെ അറിവിലൂടെ കിട്ടിയ മാർക്ക് അത് നഷ്ടപ്പെടരുത്, അറിയാവുന്നത് തെറ്റരുത്. പക്ഷേ ഈ പറഞ്ഞ കുറച്ച് മാർക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുകയും കൂടെ വേണം. എന്നാലേ നമുക്കൊരു മികച്ച റാങ്കിലോട്ട് വരാനായിട്ട് പറ്റുള്ളൂ. അതിന് അത്യാവശ്യം റിസ്ക് നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. പലരും എന്നെ വിമർശിക്കുന്ന കാര്യമാണ്. എങ്കിലും അത്യാവശ്യം ചില റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞു. ആ റിസ്ക് കാൽക്കുലേറ്റഡ് ആയിരിക്കണമെന്ന് പറഞ്ഞു. ഏത് ചോദ്യത്തിന് തലവയ്ക്കണം, ഏത് ചോദ്യത്തിന് തലവയ്ക്കരുത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചോയ്സ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം വ്യക്തവും സ്പഷ്ടവുമായി പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മാനസികമായിട്ടുള്ള സപ്പോർട്ടും തന്നാണ് നിങ്ങളെ ഞങ്ങൾ പരീക്ഷാ ഹാളിലോട്ട് അയച്ചത്. അപ്പോൾ അതിനൊക്കെ ഒരു ഫലം കിട്ടിയെന്നറിയുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള അഭിമാനം
അഭിമാന ബോധമുണ്ട്. പക്ഷെ പലരും ചോദിക്കുന്നു, അജിത്തിന് ഒരു ചാനലൊക്കെ ഉണ്ട്, അതിലൂടെ അജിത്ത് ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ടോ, ഇവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, വരുന്നുണ്ട്, റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തെളിവ് കൊടുക്കാനൊന്നുമില്ല. കാരണം എന്താണ്, നിങ്ങൾ വിളിച്ചു പറഞ്ഞത് ഞാൻ കേട്ടു, പക്ഷേ നാട്ടുകാർക്ക് തെളിവ് കൂടി ഇപ്പോൾ വേണം. ആ തെളിവ് എനിക്ക് എങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും? ഞാനും നിങ്ങളും കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ തമ്മിൽ ഈ പറഞ്ഞ ഹൃദയം കൊണ്ടുള്ള ഒരു ബന്ധമുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് നിങ്ങളുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. എൻ്റെ ക്ലാസ്സിനകത്ത് വന്നിരുന്ന ആൾക്കാർ, എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കമൻറ്റുകൾ എഴുതിയ ആൾക്കാർ, എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അല്ലേ, ഞാനും തിരിച്ച് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെ എനിക്ക് ഭയങ്കര വലുതായിരുന്നു, അത്രത്തോളം എന്നെ ഈ പറഞ്ഞ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്? മറുപടി കൊടുക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ട് കാണിച്ചുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ ആ വിവരം ഞങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഏത് റാങ്ക് കിട്ടി, ഏത് ജില്ലയിലാണ് കിട്ടിയത്, ആ പറഞ്ഞ കാര്യങ്ങളും. അതോടൊപ്പം തന്നെ ഒരു കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. ഞാൻ ഈ വീഡിയോയ്ക്ക് തമ്പനയിൽ കൊടുത്തത് എന്താണ്? ഇവരുടെ വിജയരഹസ്യം എന്താണ്? ആ വിജയരഹസ്യം പലർക്കും പല രീതിയിലായിരിക്കും, അല്ലേ? നിങ്ങൾ വിജയിച്ചതിന് പിന്നുള്ള രഹസ്യമുണ്ട്. ആ രഹസ്യം എല്ലാവർക്കും ഒരുപോലെയല്ല. പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. നന്നായിട്ട് പഠിക്കാൻ സൗകര്യമുണ്ടായിരുന്നവർ പരീക്ഷ ജയിച്ചിട്ടുണ്ട്, പഠിക്കാൻ സൗകര്യമില്ലാത്തവർ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ ജയിച്ചിട്ടുണ്ട്. വീട്ടിലോ നാട്ടിലോ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും ജോലിയുടെ ഇടയിൽ ഏതൊക്കെയോ സമയത്ത് കിട്ടിയ ആ ഒരു ചെറിയ സമയം, ആ സമയത്തിനകത്ത് പഠിച്ച് പരീക്ഷ പാസ്സായവരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ റാങ്ക് വാങ്ങിച്ചവരല്ല, റാങ്കിലൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ കാണും. പക്ഷേ ഈ പറഞ്ഞ അല്പം പിറകിലോട്ടായി പോയാലും അവരുടെ കഷ്ടപ്പാടും പ്രധാനം തന്നെയാണ്, അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾ ഉദ്യോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നന്നായിട്ട് നടത്തി നല്ലൊരു വിജയവും ഇപ്പോൾ നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ശ്രമം ഒന്ന് രേഖപ്പെടുത്താമോ? കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താമോ? എന്തിനാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്? നിങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇപ്പോഴുണ്ട്, ഈ പരീക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. അവരെ പ്രചോദിപ്പിക്കാൻ നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയുന്നത് പോലെ എൻ്റെ വാക്കുകൾക്ക് കഴിയില്ല. ശരിയാണ്, ചില അവസരങ്ങളിൽ ഞാൻ നിങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾ ഒരു വിജയി എന്നുള്ള നിലയിൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു മോട്ടിവേഷൻ, അതിനേക്കാൾ വലുതായിട്ടൊന്നും എനിക്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ റാങ്ക് എഴുതണം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ വിജയിച്ചത്, എന്തൊക്കെ ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുകൂടി എഴുതണം. കുറച്ച് സമയം വേണ്ടി വരും, എനിക്ക് വേണ്ടിയിട്ടല്ല, ഇനി വരുന്നവർക്ക് ഒരു പ്രചോദനം നൽകാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ തെളിവ് ചോദിക്കുന്നവർക്ക് തെളിവ് നൽകാനായിട്ട് എനിക്ക് പറ്റണം. അപ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണം. ആൾറെഡി കുറച്ച് പേര് അത് ചെയ്തിട്ടുണ്ട്. അത് പോരാ, നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് അയക്കണം. ആ അയക്കേണ്ട വാട്സപ്പ് നമ്പറാണിത്. നിങ്ങളുടെ റാങ്ക് എന്താണ്, ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളതൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എഴുതി അറിയിച്ചാൽ നല്ലതായിരിക്കും. പല അവസരങ്ങളിൽ കുട്ടികളോട് സംസാരിക്കാൻ എനിക്കതുകൊണ്ട് സാധിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഈ വിജയത്തിൻ്റെ ശരിക്കുള്ള അവകാശി നിങ്ങളാണെന്ന് ഞാൻ പറയും. ഈ വിജയത്തിൻ്റെ ശരിക്കുള്ള അവകാശി നിങ്ങളുടെ മാതാപിതാക്കളാണെന്ന് പറയും. ഞാൻ ഒരിക്കലും ഇതിനകത്തുള്ള അവകാശിയല്ല, ആസ്ഥ അക്കാഡമി ഇതിനകത്തുള്ള അവകാശിയല്ല. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരു ഗുരുസ്ഥാനത്ത് നിങ്ങൾ കാണരുത്. പക്ഷെ ഞാനൊരു ഗൈഡാണ്. കുറച്ച് ദൂരം നിങ്ങളൂടെ സഞ്ചരിച്ചു, ചില കാര്യങ്ങളിൽ നിങ്ങളെ സഹായിച്ചു. അതിനപ്പുറം ബാക്കിയെല്ലാം നിങ്ങളാണ് ചെയ്തത്. മണിക്കൂറുകളോളം ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിച്ചത് നിങ്ങളാണ്. അതിനുള്ള സാഹചര്യം ഒരുക്കിയ നിങ്ങളുടെ വീട്ടുകാർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിച്ച കോച്ചിങ് സെൻറ്റർ, ആ കോച്ചിങ് സെൻറ്ററിലെ അധ്യാപകർ തന്ന മോട്ടിവേഷൻ, അതും വില കുറച്ച് കാണാൻ പറ്റോ? ഇല്ല, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഏതെങ്കിലും ഒരു അവസരത്തിൽ മാനസികമായിട്ട് തളർന്നു പോകുമ്പോൾ വാടാ എണീക്കട പഠിക്കാം എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രചോദിപ്പിച്ച കൂട്ടുകാർ. അപ്പോൾ അവർക്കൊക്കെയാണ് ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ കൊടുക്കേണ്ടത്. എന്നെ വെറും ഗൈഡായിട്ട് മാത്രം കാണുക. പക്ഷേ ഏതെങ്കിലും രീതിയിൽ എന്നെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർക്ക് ഒരു മറുപടി കൊടുക്കാൻ എനിക്ക് വേറെ ആരുമില്ല, അത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാതായി പോയ ഒരാളാണെങ്കിൽ ഞാൻ പറയാണ്, ഇതൊന്നും ഒരു അവസാനമല്ല. ഈ പറഞ്ഞ പരീക്ഷയൊന്നും ഒരു അവസാനമല്ല. ഇനിയും എത്രയോ പരീക്ഷകൾ വരാനിരിക്കുന്നു. ഇതിലും മികച്ച വിജയം നേടാൻ പറ്റുന്ന വിധത്തിൽ തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. അതിനുള്ള ആർജവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക്
മനസ്സിൽ തോന്നുന്ന ഒരു അപകർഷതാബോധമുണ്ട് അല്ലേ. കുറച്ചുകൂടി ചെയ്യാമായിരുന്നു, കുറച്ചുകൂടി ഉത്സാഹിക്കാമായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്ന ചില കുത്തുകളുണ്ട്. ഈ കുത്തുവാക്കുകളെല്ലാം അടുത്ത പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള പ്രേരണയാക്കി മാറ്റണം, പ്രചോദനമാക്കി മാറ്റണം. നിങ്ങളുടെ ഏറ്റവും വലിയ നിരാശ, ആ നിരാശയ്ക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം വരുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കും. ആസ്ഥ അക്കാഡമി തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഉടനെ തന്നെ VFAയുടെ നോട്ടിഫിക്കേഷൻ വരും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും, ബിവറേജസ് കോർപ്പറേഷൻ നോട്ടിഫിക്കേഷൻ വരും. ഇങ്ങനെയുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻ ഈ കൊല്ലം തന്നെ വരുന്നതാണ്. ഇതിലൊക്കെ ഈ പറഞ്ഞ മികച്ച റാങ്ക് നേടി വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതിന് 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടല്ലോ. 20 മാർക്ക് എന്താണ്? സ്പെഷ്യൽ ടോപ്പിക്കാണ് അല്ലേ. ആ 20 മാർക്ക് നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാവും. അതിനകത്ത് വിജയം നിർണ്ണയിക്കുന്നത് ആ 20 മാർക്കാണ്. അപ്പോൾ അത് നേടാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ എളുപ്പമാവും. എന്തായാലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് 1 മാസം നീളുന്ന ഒരു കോഴ്സ് ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സാണ്, വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് നൽകി പഠിക്കാം. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക, നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ അവിടോട്ട് കൊണ്ടുവരും. അത് ലൈവ് ക്ലാസ് ആണ്. ലൈവ് ക്ലാസ് ആകുമ്പോൾ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും, റെക്കോർഡഡ് ക്ലാസ് അല്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതും നമുക്ക് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഒരുപാട് പരീക്ഷകളുണ്ട്. ആ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ് 2025 ജൂലൈ മുതൽ 2024 വരെയുള്ള ജനുവരി വരെയുള്ള കറണ്ട് അഫയേഴ്സ് അത് കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും പഠിപ്പിക്കാം. ഒരുപാട് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നോക്ക്, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ അത് വേറൊരു അനുഭവമായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. വളരെ ചെറിയ ഫീസ് മാത്രം തന്നാൽ മതി. ഞാനിതൊരു കച്ചവടമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം എനിക്കും ജീവിക്കണ്ടേ. എനിക്കറിയാവുന്ന ഒരേ ഒരു പണി ഇതാണ്. ഒരു ആശാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയാവുന്ന പണിയാണ് അയാളുടെ വരുമാനം അല്ലേ. അത് ഒരു ഈ മെക്കാനിക് ആണെങ്കിൽ അയാൾക്കറിയാവുന്ന പണിയാണ് അയാളുടെ വരുമാനം. എനിക്കറിയാവുന്ന പണി ഇത് മാത്രമാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ചെറിയ വരുമാനം എനിക്ക് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പിള്ളേരുടെ കാര്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടിലാവും. അപ്പോൾ ആ ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിൽ വിളിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നു, ആ LD ക്ലർക്കിൻ്റെ റാങ്ക് ഫയൽ എപ്പോഴും അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ച് കാലം മുമ്പ് ആ പുസ്തകം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു, പുസ്തകം അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു 10-200 പുസ്തകം സ്റ്റോക്ക് ഉണ്ട്. ആ പുസ്തകം വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. വളരെ കുറച്ച് പൈസ തന്നാൽ മതി. അതായത് അതിൻ്റെ വില എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അത്രയൊന്നും നിങ്ങൾ തരേണ്ട കാര്യമില്ല. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് വേണമെങ്കിലും തരാം. അത്യാവശ്യം നിവൃത്തിയില്ലെങ്കിൽ സൗജന്യമായിട്ട് വേണമെങ്കിലും തരാനായിട്ട് പറ്റും. അപ്പോൾ ചെറിയൊരു ഈ പറഞ്ഞ വില നിങ്ങൾ തരേണ്ടി വരും. അത് വേണമെങ്കിലും ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. എന്തായാലും ആസ്ഥ അക്കാഡമി ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് താഴ്ത്തിക്കെട്ടാമെന്ന് വിചാരിച്ചാലും ഈ സ്ഥാപനം മുന്നോട്ട് തന്നെ പോകും. ചിലപ്പോൾ കിതയ്ക്കുമായിരിക്കും, ചിലപ്പോൾ ഇഴയുമായിരിക്കും, പക്ഷേ മുന്നോട്ട് തന്നെ പോകുമെന്ന് ഞാൻ ഉറപ്പ് തരാം. അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, സാറേ ഈ ചാനൽ ഇതേ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന്. നിങ്ങൾ വേറൊരു അവസരത്തിൽ ചില ആൾക്കാരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു അണ്ടർ റേറ്റഡ് ചാനലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രയും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാത്ത ഒരു ചാനലിന് പോലും ഒരുപാട് ജനസമ്മതി കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു ചാനലിന് അതിൻ്റേതായിട്ടുള്ള റെപ്യൂട്ടേഷൻ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമൊക്കെ നിങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഒരു അവസരമാണ്. നിങ്ങളുടെ ഈ പറഞ്ഞ വിജയം, അതിന് ഈ ചാനലിൻ്റെ ചാനലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ സഹായം, ഇതൊക്കെ നിങ്ങളൊന്ന് പറയാൻ ധൈര്യപ്പെടുമെങ്കിൽ, പറയാനുള്ളൊരു ധൈര്യം കൂടി വേണം അല്ലേ. ആ പറയാൻ ധൈര്യപ്പെടുമെങ്കിൽ, അതിന് മെനക്കെടുമെങ്കിൽ തീർച്ചയായിട്ടും ആ സാഹചര്യത്തെയും ആസ്ഥ അക്കാഡമിക്ക് അതിജീവിക്കാനായിട്ട് പറ്റും നിങ്ങളുടെ സഹായത്തോടെ. അപ്പോൾ വിജയം നേടിയ എല്ലാവർക്കും ആസ്ഥ അക്കാഡമിയുടെ അഭിനന്ദനം അറിയിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ഈ പരീക്ഷയ്ക്ക് അല്പം റാങ്ക് മോശമായിട്ടുള്ള ഒരു റാങ്ക് കിട്ടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിരാശപ്പെടരുത്. ഉത്സാഹത്തോടെ പഠിച്ച് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഈ പറഞ്ഞ അനുഭവവും പരിചയവും ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഈ വീഡിയോ കൂടുതൽ പേരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.